ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ശ്രീനാരായണ ഗുരുദേവൻ്റെ ആത്മോപദേശ ശതകത്തിലെ 7ാമത് മന്ത്രമാണ് പരിചയപ്പെടാൻ പോകുന്നത്. ഉണരരുതിന്നി ഉറങ്ങിടാതിരുന്നിടണം അറിവായി ഇതിനിന്ന യോഗ്യനെന്നാൽ പ്രണവമുണർന്നു പിറപ്പൊഴിഞ്ഞു വാഴും മുനിജനസേവയിൽ മൂർത്തി നിർത്തിടേണം. ഈ മന്ത്രത്തെ ഏറ്റവും സാമാന്യമായി അർത്ഥം പറയുകയാണെങ്കിൽ, അഖണ്ഡമായ അറിവിൽ നിന്ന്, ബോധത്തിൽ നിന്ന് ഇനി ഉണരരുത്, അഥവാ അറിവിൽ നിന്ന് ഇനി ഉറങ്ങരുത്. സദാ അഖണ്ഡമായ അറിവിൽ തന്നെ വർത്തിക്കണം. അതിന് അയോഗ്യനെന്നാൽ ആത്മസാക്ഷാത്കാരം നേടി ജനന മരണങ്ങൾക്ക് അതീതരായി കഴിയുന്ന മുനിജനസേവയിൽ മനസ്സ് ഉറപ്പിക്കണം. ഇതാണ് ഈ മന്ത്രത്തിൻ്റെ ഏറ്റവും സാമാന്യമായ അർത്ഥം. ഉണരരുത്, ഇനി ഉറങ്ങിടാതിരുന്നിടണം അറിവായി. ഇതിന് ഇന്ന് അയോഗ്യനെന്നാൽ പ്രണവമുണർന്ന് പിറപ്പൊഴിഞ്ഞു വാഴും മുനിജനസേവയിൽ മൂർത്തി നിർത്തിടേണം. ഇതാണ് ഗുരു പഠിപ്പിക്കുന്നത്. ഇപ്പോൾ ഉണരരുത്, ഉണരരുത് എന്ന് പറഞ്ഞാൽ ഉറങ്ങിക്കൊള്ളണം എന്നല്ലേ? നിങ്ങളുടെ ഉറക്കത്തിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യരുത്? ഉണരരുത്. അപ്പോൾ ഉറക്കത്തിൽ നിന്ന് ഉണരരുത്, നിങ്ങൾ ഉറക്കം തുടരണം. ഇനി ഉറങ്ങിടാതിരുന്നിടണം. അടുത്തൊരു കണ്ടീഷൻ പറയുകയാണ്, ഇനി എന്ത് ചെയ്യണം? ഉറങ്ങിടാതിരുന്നിടണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇനി ഉറങ്ങരുത്. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഉറക്കം തന്നെ തുടരണം, അല്ലെങ്കിലോ ഈ ഉണർവിൽ നിന്ന് ഇനി ഉറങ്ങാതിരിക്കണം. അപ്പോൾ ഗുരു 2 കണ്ടീഷൻ നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. ഇതിലേതെങ്കിലും ഒരു കണ്ടീഷൻ നമ്മൾ പാലിക്കുവാൻ കഴിയണമെന്നുള്ളതാണ് ഗുരു കാക്ഷിക്കുന്നത്. അപ്പോൾ ഉണരരുത്. അപ്പോൾ ഈ ബോധാവസ്ഥയിൽ നിന്ന്, നിങ്ങൾ ഏത് ബോധാവസ്ഥയിൽ നിന്ന് ആണോ ആ ബോധാവസ്ഥയിൽ നിന്ന് ഇനി ഉണരരുത്. ആ ബോധാവസ്ഥയെ തുടർന്നുകൊണ്ടേയിരിക്കണം. അതല്ലെങ്കിൽ ഇനി ഉറങ്ങിടാതിരുന്നിടണം. ഇനി ഉറങ്ങാനേ പോകരുത്. ഒന്നുകിൽ ഉറങ്ങിക്കൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ ഉറങ്ങാനേ പോകരുത്, ഉറങ്ങുകയേ ചെയ്യരുത്. പക്ഷേ ഈ 2 കണ്ടീഷനിലും ഗുരു പൊതുവായി പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? അറിവായി. അപ്പോൾ ഈ അറിവായി എന്നുള്ള പ്രയോഗത്തെ എന്ത് ചെയ്യണം? കോമണായി എടുക്കണം. അറിവിൽ നിന്ന് ഉണരരുത്, അല്ലെങ്കിൽ അറിവിൽ നിന്ന് ഉറങ്ങരുത്. അപ്പോൾ പൊതുവായി എടുക്കേണ്ടുന്നത് ഏതാണ്? അറിവാണ്. അപ്പോൾ ഒന്നുകിൽ അറിവിൽ നിന്ന് ഉണരാതിരിക്കണം, ആ അറിവാകുന്ന ഉറക്കത്തിൽ തന്നെ ആ ഉറക്കം ആസ്വദിച്ച് പോകണം. അല്ലെങ്കിൽ അറിവാകുന്ന ഉണർവിൽ നിന്ന് ഇനി ഉറങ്ങാതിരിക്കണം. എങ്ങനെയായിരുന്നാലും ഒരു കാര്യം 100% ഉറപ്പിച്ചു കൊള്ളണം. എന്താണ്? അറിവ് സജീവമായിരിക്കണം. അറിവോടുകൂടി ഒന്നുകിൽ ഉറങ്ങാം, അല്ലെങ്കിൽ അറിവോടുകൂടി ഉണരാം. അറിവ് എന്ത് ചെയ്യണം? സജീവമായിരിക്കണം. ഇതാണ് ഗുരു പഠിപ്പിക്കുന്നത്. അപ്പം ഇങ്ങനൊരു ഉറക്കം നമുക്കറിയാമോ? ഇനി ഉണരരുത് എന്ന് പറഞ്ഞാൽ ഈ ഉറക്കം തുടരണം. ഏതുറക്കത്തെക്കുറിച്ചാണ് ഗുരു ഉപദേശിക്കുന്നത്? എന്തായാലും നമ്മൾ ഉറങ്ങുന്ന ഉറക്കമല്ല, അല്ലേ? നമ്മളുടെ ഉറക്കത്തിൻ്റെ പ്രത്യേകത എന്താ? ഗുരു പഠിപ്പിക്കുന്ന ഉറക്കവും നമ്മൾ ഉറങ്ങുന്ന ഉറക്കവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അറിവിൻ്റെ വ്യത്യാസമാണ്. അപ്പം നമ്മുടെ ഉറക്കം എന്ന് വെച്ചാൽ ബോധം കെട്ട ഉറക്കമാണ്. ഒന്നും അറിയാത്ത ഉറക്കമാണ് നമ്മുടെ ഉറക്കം. ആ ഉറക്കം തുടരാനാണോ ഗുരു ഉദ്ബോധിപ്പിക്കുന്നത്? അല്ല, ഒരിക്കലുമല്ല. അപ്പം ആ ഉറക്കമല്ല ഇവിടുത്തെ പ്രതിപാദ്യം എന്ന് അറിഞ്ഞുകൊള്ളണം. ഇപ്പം ഒന്നും അറിയാതെ നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്ന ഉറക്കമല്ല ഗുരു പ്രതിപാദിക്കുന്നത്. ഗുരു പ്രതിപാദിക്കുന്നത് ബോധത്തോടു കൂടിയ ഉറക്കമാണ്. അപ്പം അങ്ങനെ ഒരു ഉറക്കമുണ്ട്. എങ്ങനെ? ബോധത്തോടു കൂടിയ ഉറക്കം. അത് നമുക്ക് തീരെ പരിചയമല്ലാത്ത ഉറക്കമാണ്.
നമുക്ക് പരിചയമായ ഉറക്കം എന്താ? ബോധം കെട്ട ഉറക്കമാണ് നമുക്ക് പരിചയമായിട്ടുള്ളത്. പക്ഷേ ഗുരു ഒരു പുത്തൻ ഉറക്കത്തെ പരിചയപ്പെടുത്തുകയാണ്. എന്താ പുത്തൻ ഉറക്കം? ബോധത്തോടു കൂടിയ ഉറക്കം. എന്താ ഗുരുവിനെ ഉറക്കം എന്ന് വിളിക്കാൻ കാര്യമെന്ന് വെച്ചാൽ, ഈ ഉറക്കത്തിൻ്റെ സവിശേഷത എന്താണ്? നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും സുഖകരമായ അനുഭവം ഏതാണ്? ഉറക്കമാണ്, അല്ലേ? ആർക്കെങ്കിലും ഉറങ്ങുന്നത് ഇഷ്ടമല്ലാതുണ്ടോ? ഇല്ല. ഉറക്കം എല്ലാവർക്കും പ്രിയമായിട്ടുള്ളതാണ്. എല്ലാവരും ഉറങ്ങാൻ ഇഷ്ടപ്പെടുന്നവരാണ്. എപ്പോഴാണ് ഉറങ്ങുന്നത്? ഒരു കണക്കിന് മനസ്സ് ശാന്തമാകുമ്പോഴാണ് ഉറങ്ങുന്നത്. ആർക്കാണ് ഉറക്കം കുറയുന്നത്? മനസ്സ് അശാന്തമായിട്ടുള്ളവർക്കാണ്. അപ്പം മനസ്സിൻ്റെ ഒരു ശാന്തിയിൽ നിന്ന് സംഭവിക്കുന്ന ഏറ്റവും സുഖകരമായ ഒരു അനുഭവമാണ് വാസ്തവത്തിൽ ഉറക്കം. അപ്പോൾ ഉറക്കത്തിൽ നമ്മൾ എന്താണ് അനുഭവിക്കുന്നത്? സുഖം മാത്രമാണ് അനുഭവിക്കുന്നത്. അപ്പം നമ്മൾ ഉറക്കത്തിൽ അനുഭവിക്കുന്നതായ ആ സുഖത്തെ നിത്യമായ ഒരു അനുഭവമാക്കി മാറ്റുവാനാണ് ഗുരു ഉപദേശിക്കുന്നത്. പക്ഷെ ഇതിനകത്തൊരു വ്യത്യാസം, വളരെ അടിസ്ഥാനപരമായ ആ വ്യത്യാസത്തെ നമ്മൾ ഒരിക്കലും നിസ്സാരമായി കണ്ടുകൂടാ. കാര്യം എന്താ? നമ്മുടെ ഉറക്കം പോലെ ബോധം കെട്ടുള്ള ഉറക്കത്തെ അല്ല ഗുരു പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ സാധാരണ ഉറക്കത്തിൽ നമുക്ക് അനുഭവവേദ്യമാകുന്ന സുഖത്തെ നമുക്ക് ബോധപൂർവം ഉണ്ടാക്കിയെടുക്കാൻ കഴിയണം എന്നാണ് ഗുരു പഠിപ്പിക്കുന്നത്. നിത്യേന സംഭവിക്കുന്ന, നമ്മൾ അറിയാതെ സംഭവിക്കുന്ന, നമ്മൾക്ക് ബോധം കെട്ട് ബോധമില്ലാതെ എന്ത് സംഭവിക്കുന്നു എന്ന് അറിയാതെയുള്ള ഉറക്കമാണെങ്കിൽ, എല്ലാം അവെയറായി, വളരെ ബോധവാനായി, തികഞ്ഞ കോൺഷ്യസായി, തികഞ്ഞ ബോധത്തോടു കൂടി ഉറങ്ങാനുള്ള ഉദ്ബോധനമാണ് ഗുരു ഈ മന്ത്രത്തിലൂടെ നൽകുന്നത്. അങ്ങനെ ഒരു ഉറക്കം സാധ്യമാണോ? ഇപ്പം ഏതൊരു സുഖമാണോ നമ്മൾ ഉറക്കത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നത്, അതേ സുഖം ഉണർന്നിരിക്കുമ്പോൾ ഉണ്ടാക്കിയെടുക്കുന്ന വിദ്യയാണ്, അറിവാണ് ഗുരു പകരുന്നത്. ഉറക്കത്തിൽ നമ്മൾ അനുഭവിക്കുന്നതായ സുഖം ഉണർന്നിരിക്കുമ്പോഴും നമുക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കും. ആ സുഖത്തെ നമുക്ക് ബോധപൂർവം സൃഷ്ടിച്ചെടുക്കുവാൻ, ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയും. അങ്ങനെ ഒരു അവസ്ഥയെ ഗുരു പരിചയപ്പെടും. നമുക്കങ്ങനെ ഒരു അവസ്ഥയെ അറിയില്ല. അപ്പം നമുക്ക് പലതും അറിയില്ല, അതാ സത്യം. ഇപ്പോൾ ഈ ആത്മോപദേശത്തിലെ ഓരോ മന്ത്രത്തെയും പരിചയപ്പെട്ടു വരുമ്പം അവിടെ ഗുരു പരിചയപ്പെടുത്തുന്ന ഗുരുവിൻ്റെ അനുഭവം നമ്മൾ നോക്കുമ്പം ഈ അനുഭവം ഒന്നും നമുക്ക് ഇല്ല. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് പലതും അറിയില്ല. ഇതാണ് വസ്തുത. അപ്പം നമ്മളും മനുഷ്യരാണ്. അപ്പം മനുഷ്യരായ നമുക്ക് അറിയാത്ത പലതും ഉണ്ട്. നമ്മുടെ ജീവിതത്തിൽ അറിയാത്ത പലതും ഉണ്ട്. ഇതറിഞ്ഞ മനുഷ്യനെയാണ് ഗുരു എന്ന യഥാർത്ഥത്തിൽ വിളിക്കേണ്ടുന്നത്. ഒരു മനുഷ്യന് പ്രാപ്യമാണ് ഈ അറിവിൻ്റെ, ഈ ബോധത്തിൻ്റെ തലങ്ങളെയെല്ലാം അനുഭവവേദ്യമാകുവാൻ ഒരു മനുഷ്യന് സാധ്യമാണ്. അങ്ങനെ അത് സാധ്യമായ മനുഷ്യനെയാണ് നമ്മൾ എന്ത് വിളിക്കേണ്ടുന്നത്? ഗുരു എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഗുരു എന്ത് ചെയ്യുന്നു? സാധാരണ മനുഷ്യന് പ്രാപ്യമല്ലാത്ത, അവനറിയാത്ത ഒട്ടൊരുപാട് കാര്യങ്ങളെ ജീവിതത്തിൽ അറിയുന്നു. ആ അറിഞ്ഞതിനെ എന്ത് ചെയ്യുന്നു? പങ്കുവയ്ക്കുന്നു. അങ്ങനെ പങ്കുവയ്ക്കുന്നതിൽ ഏറ്റവും സവിശേഷമായ ഒരു അവസ്ഥയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്, ബോധപൂർവമായ ഉറക്കം. എന്താ ബോധപൂർവമായ ഉറക്കം? പണ്ടൊരു സന്ദർഭത്തിൽ വിദേശി എൻ്റെ അടുത്ത് ധ്യാനം എന്താണെന്ന് ചോദിച്ചു. ധ്യാനം അവർ ചോദിക്കാൻ കാരണം അവർ ധ്യാനത്തെക്കുറിച്ച് പഠിക്കുന്നവരാണ്. അപ്പോൾ ഞാൻ അപ്പോൾ അതിനെ എങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് പറയാമെന്ന് വിചാരിച്ചപ്പോൾ എനിക്ക് ഈ ഗുരുവിൻ്റെ ഈ മന്ത്രമാണ് എനിക്ക് ഓർമ്മ വന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, സ്ലീപ്പിംഗ് വിത്ത് കോൺഷ്യസ്നെസ് എന്ന്. ബോധത്തോടു കൂടിയ ഉറക്കമാണ് ധ്യാനം. ഈ ധ്യാനം പരിശീലിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഗുരു പഠിപ്പിച്ച ഈ അവസ്ഥയെ, ഇപ്പം ഇവിടെ ഒരു അവസ്ഥ പറയുന്നു, എന്താ? ബോധത്തോടു കൂടിയ ഉറക്കം. അപ്പോൾ ബോധത്തോടു കൂടിയ ഉറക്കത്തിലൂടെ ഉറക്കത്തിൽ നമുക്ക് അനുഭവവേദ്യമാകുന്ന ആ സുഖത്തെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ബോധപൂർവമായ, ബോധത്തോടു കൂടിയ ഉറക്കം നമുക്ക് സാധ്യമല്ല. പക്ഷേ ഇത് പരിശീലിച്ചാൽ സാധിക്കും. ആ പരിശീലനത്തെയാണ് എന്ത് വിളിക്കുന്നത്? ധ്യാനമെന്ന് വിളിക്കുന്നത്. അപ്പോൾ അവർക്ക് വളരെ ആ നിർവചനം വളരെ സ്വീകാര്യമായി. എന്നിട്ട് അവർ പറഞ്ഞു, ഇത്രയും സിമ്പിളായും എന്നാൽ ഇത്രയും നന്നായി മനസ്സിലാവുന്നതുമായ ഒരു നിർവചനം ധ്യാനത്തെക്കുറിച്ച് അവർ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ഗുരുവിൻ്റെ മഹത്വത്തെ തിരിച്ചറിയുന്നത്. കാരണം ഈ നമുക്ക് നിർവചിക്കുവാൻ പറ്റാത്ത പലതും, അല്ലെങ്കിൽ നമ്മൾ നിർവചിച്ച് കാടുകയറ്റുന്ന പലതിനെയും ഗുരു എന്ത് ചെയ്യും? വളരെ വെളിച്ചത്തേക്ക് കൊണ്ടുവരും. ഏറ്റവും ലളിതമായി മനുഷ്യർക്ക് മനസ്സിലാക്കാവുന്ന തരത്തിലേക്ക് ഗുരു എത്തിക്കും. നടരാജ ഗുരു പറയും, ശങ്കരാചാര്യരുടെ ദർശനത്തിൽ
സമച്വയ ദോഷം നാരായണ ഗുരുവിൻ്റെ സമന്വയത്തിലൂടെ ഗുരു പരിഹരിച്ചു എന്ന്. ശാങ്കര ദർശനത്തിലുള്ള സമച്വയ ദോഷം നാരായണ ഗുരു സമന്വയത്തിലൂടെ പരിഹരിച്ചു എന്ന്. ഇത് നടരാജഗുരുവിൻ്റെ വാക്കാണ്. പെട്ടെന്ന് മനസ്സിലായില്ലല്ലോ എന്താ സമച്വയ ദോഷം. നടരാജഗുരു കൂടെ ഉണ്ടായിരുന്നവരോട് വിശദീകരിച്ച് കൊടുത്തത് ഇങ്ങനെയാണ്. അപ്പം നമ്മളൊരു വനത്തിൽ കയറിയിട്ട് ഓരോ മരത്തെയും തൊട്ടിട്ട് ഇത് വനമാണോ എന്ന് നോക്കിയാൽ വനമാവുമോ? അതൊരു മരം മാത്രമേ ആവുള്ളൂ, അല്ലെങ്കിൽ ഒരു വള്ളി മാത്രമേ ആവുള്ളൂ, അത് വനമാകില്ല. അപ്പോൾ ഒരു വനത്തിൽ കയറിയിട്ട് വനത്തിലുള്ള വൃക്ഷങ്ങളെയും ലതകളെയും മറ്റും ഓരോന്നും വനമാണോ എന്ന് ചോദിച്ചാൽ വനമല്ല, അത് സമച്വയമാണ്. ഗുരു എന്ത് ചെയ്യുന്നു? ഗുരു വനത്തിലേക്ക് കയറുന്നില്ല, പിന്നെയോ ഈ ഓരോന്നിനെയും തൊട്ടിട്ട് ഇത് വനമാണോ എന്ന് അന്വേഷിക്കുന്നില്ല, പിന്നെയോ മാറി നിന്നിട്ട് അതാണ് വനം. സമന്വയിക്കുന്നു. ഒരു വനത്തിൽ എന്തൊക്കെ ഉണ്ടാകാമോ അതിനെല്ലാം കൂടെ ഒന്നിച്ച് ചേർക്കുന്നു. ഒന്നിച്ച് ചേർക്കുമ്പം അത് വനമാണ് എന്നറിയാൻ യാതൊരു പ്രയാസവുമില്ല. നടരാജഗുരു നാരായണ ഗുരുവിനെയും ശങ്കരാചാര്യൻ്റെയും തമ്മിൽ ഏറ്റവും സിമ്പിളായിട്ട് ആ ഒരു വ്യത്യാസം, ദാർശനികമായ വ്യത്യാസം പറഞ്ഞു കൊടുക്കുകയാണ്. ഈ സമച്വയം ഓരോന്നും അതാണോ എന്ന് ചോദിച്ചാൽ അതല്ല, പക്ഷേ ഇതെല്ലാം കൂടെ ചേരുന്നതാണ് വനം എന്നുള്ള അറിവാണ് സമന്വയം. അപ്പം നാരായണ ഗുരു സമന്വയത്തിൻ്റെ വക്താവാണ്. അപ്പോൾ ഗുരു എന്ത് ചെയ്യുന്നില്ല? ഈ വനത്തിൽ പ്രവേശിക്കുന്നില്ല, ആൾക്കാരെ കാട് കയറ്റുന്നില്ല, പിന്നെയോ ആൾക്കാർ കാട് കയറാതിരിക്കാൻ വേണ്ടി അവർക്ക് ഏറ്റവും നന്നായി ബോധ്യപ്പെടുന്ന തരത്തിൽ ബോധ്യപ്പെടാൻ പ്രയാസമുള്ളതായ കാര്യങ്ങളെ ഗുരു ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു. ഇവിടെയും അതുപോലെയാണ്. അപ്പോൾ നോക്കൂ, ബോധപൂർവമായ ഉറക്കം, സ്ലീപ്പിംഗ് വിത്ത് കോൺഷ്യസ്നെസ്, ബോധത്തോടു കൂടിയുള്ള ഉറക്കം, അങ്ങനെ ഒരു ഉറക്കമുണ്ട് എന്ന് ഗുരു നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. അത് സാധ്യമാണ്. അങ്ങനെ ഒരു ഉറക്കം ശീലിക്കുന്നതിലൂടെ നമുക്ക് ഉറക്കത്തിൽ നിന്നും ലഭ്യമാകുന്ന എല്ലാവിധമായ സുഖത്തെയും നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്നു. അപ്പോൾ നമ്മൾ ബോധത്തോടു കൂടിയിരിക്കുന്ന ഈ അവസ്ഥയിൽ തന്നെ എന്ത് വേണം? ഉറക്കത്തിൻ്റേതായ എല്ലാവിധമായ സുഖവും അനുഭവിക്കുവാൻ കഴിയണം. അപ്പോൾ ഇതാണ് വാസ്തവത്തിൽ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ മനുഷ്യർക്ക് സാധ്യമാണ്. പക്ഷെ മനുഷ്യൻ അതിനു വേണ്ടി ശ്രമിക്കുന്നില്ല. അപ്പം ഗുരു ഈ ഒരു അവസ്ഥയെ പ്രാപിച്ചിട്ടാണ് ഗുരു ഇവിടെ മനുഷ്യനായി ജീവിച്ചത്. ഇത് പലർക്കും മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഗുരുവിനെ എന്ത് ചെയ്യുന്നത്? ഗുരുവിനെ ഈ ഉപമിക്കാൻ പറ്റാത്ത, ചേർക്കാൻ പറ്റാത്ത പലയിടങ്ങളിലും ചേർത്ത് പോകുന്നത്. ഇപ്പം നമ്മളിപ്പോൾ നവോത്ഥാനത്തിൻ്റെ കാര്യം പറയുന്ന ഒരു കാലഘട്ടമാണിത്. അപ്പോൾ എന്തു ചെയ്യും? നമ്മൾ ഈ സമൂഹത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുള്ള ആരെയും നമ്മൾ എന്തു ചെയ്യും? ആ കൂട്ടത്തിൽ, ആ ഗണത്തിൽ പെടുത്തണമല്ലോ. നമ്മൾ ആ കൂട്ടത്തിൽ തന്നെ ആരെയും പെടുത്തും? ഗുരുവിനെയും പെടുത്തും. എന്താ കാര്യം? ഗുരുവിനെയും അവർ ചെയ്ത ആ മാനത്തിൽ മാത്രമാണ് ഗുരുവിനെയും വിലയിരുത്തുന്നത്. ഗുരുവിന് മറ്റൊരു മാനമുണ്ട് എന്ന് തിരിച്ചറിയാൻ കഴിയില്ല. പക്ഷേ അത് ഗുരുവിനോട് ഏറ്റവും അടുത്തു നിന്നവർക്ക് മാത്രമാണ് ഗുരു വേറൊരു ബോധതലത്തെ പേറിക്കൊണ്ടാണ് ഇത് ചെയ്തത് എന്ന്. ഈ കൃത്യങ്ങളെല്ലാം ഗുരു ചെയ്തു. ഇപ്പം നവോത്ഥാന നായകനല്ലേ എന്ന് ചോദിച്ചാൽ ആണ്. സാമൂഹ്യ പരിഷ്കർത്താവല്ലേ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടുമാണ്. സമുദായത്തിൽ എന്തെങ്കിലും മാറ്റം തീർച്ചയായിട്ടും അതും ഉണ്ടാവാം. കവിയല്ലേ എന്ന് ചോദിച്ചാൽ കവിയാണ്. വൈദ്യരല്ലേ എന്ന് ചോദിച്ചാൽ വൈദ്യരാണ്. ഒരുപാട് രോഗം മാറ്റിയിട്ടുണ്ട്. പക്ഷേ ഇവിടെയൊന്നും ഒതുങ്ങുന്നതല്ല ഗുരുവിൻ്റെ പ്രഭാവം. അത് നമുക്ക് അത് അടുത്ത് നിന്നവർക്കേ മനസ്സിലാവൂ. ഇപ്പം ഗുരു ഒരുപാട് പേർക്ക് രോഗങ്ങൾ മാറ്റിയിട്ടുണ്ട്. ചെറിയ പച്ചിലയും മറ്റുമൊക്കെ കൊടുത്തിട്ട് പലർക്കും പല രോഗങ്ങൾക്കും ആശ്വാസം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അതിന് പ്രതിവിധി കണ്ടുകൊടുത്തിട്ടുണ്ട്. ആ തരത്തിൽ പലരും ഗുരുവിനെ അങ്ങനെ ഗവേഷണ പ്രബന്ധം ഞാൻ കണ്ടിട്ടുണ്ട്. വൈദ്യ മേഖലയിൽ ആയുർവേദ മേഖലയിൽ ഗുരുവിൻ്റെ സംഭാവന എന്നുള്ള നിലയിൽ പേപ്പർ പ്രസൻറ്റേഷൻ ഞാൻ കേട്ടിട്ടുണ്ട്. കവി എന്ന നിലയിൽ മലയാളത്തിൽ ഇത്രയും ഭംഗിയായി കവിത എഴുതിയ മറ്റൊരു കവി ഇല്ല എന്ന നിലയിൽ പ്രബന്ധം ഞാൻ കണ്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞ പോലെ പല മേഖലയിലും നമുക്ക് ആ തരത്തിൽ ഗുരുവിനെ വിലയിരുത്താൻ പറ്റും. പക്ഷേ ഇതിനെല്ലാം അപ്പുറത്തുള്ള ഈ ബോധത്തെ, തികഞ്ഞ ബോധത്തിൽ വസിച്ചിരുന്നതാണ്. അത് ആശാൻ നന്നായി പാടി, അല്ലേ? എന്താ കുമാരനാശാൻ പാടിയത്? മോദസ്ഥിതനായി അങ്ങ് വസിപ്പൂ മല പോലെ. ആശാൻ അത് മനസ്സിലായി. കാരണം എന്താ? സന്തത സഹചാരിയായിരുന്നു, പുത്രനെ പോലെയായിരുന്നു, ശിഷ്യനായിരുന്നു, എല്ലാം ഗുരുവിൻ്റെ എല്ലാമായിരുന്നു. ഏറ്റവും സാമീപ്യം കൊണ്ട് ഗുരുവിനെ അനുഭവിക്കാൻ കഴിഞ്ഞ സുഹൃതശാലിയാണ് കുമാരനാശാൻ. അതുകൊണ്ട് പാടി മോദസ്ഥിതനായി അങ്ങ് വസിപ്പൂ മല പോലെ. അവിടെ ഗുരുവിൻ്റെ ആ ബോധത്തെ ആശാൻ അറിയുന്നുണ്ട്.
മോദം ഇങ്ങനെ സ്ഥിതപ്രജ്ഞനായിട്ട് ഇരിക്കുന്നു. ആ അവസ്ഥയാണ് ഗുരു ഇവിടെ നമ്മളെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ഗുരുവിൻ്റെ ആ ബോധതലം, സ്ഥിതമായ ബോധത്തോടു കൂടിയുള്ള പ്രവൃത്തി, അത് സാധ്യമാണ്, അത് സാധിച്ചു, അത് ഗുരുവിന് ബോധ്യപ്പെട്ട അനുഭവിച്ച ഗുരു അവസ്ഥയാണ്. അവിടെ നിന്നുകൊണ്ട് ആ തലത്തെ, ആ അനുഭവത്തെ ഗുരു എന്ത് ചെയ്യുന്നു? നമ്മളെപ്പോലുള്ള വെറും സാധാരണക്കാരായ മനുഷ്യർക്ക് വേണ്ടി ഉപദേശിക്കുന്നു. എന്തിന്? നമ്മുടെ ജീവിതത്തെ കൂടുതൽ ഉയർത്തുന്നതിന് വേണ്ടിയിട്ട്, നമ്മുടെ ലൈഫിനെ, നമ്മുടെ ജീവിതത്തെ അപ്ലിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമ്മൾ എന്ത് മാത്രമേ കരുതൂ, അങ്ങനെ ഒരു ഉറക്കമേ ഉള്ളൂ എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കും. നമ്മൾ ബോധമില്ലാതെ അനുഭവിക്കുന്ന ആ ഒരു സുഖം എന്ന് മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ കരുതും. ഈ സുഖത്തെ ബോധത്തോടു കൂടി അനുഭവിക്കാൻ കഴിയുമെന്ന് അനുഭവസ്ഥനായ ഒരാൾ പറഞ്ഞാൽ മാത്രമേ നമുക്കത് ബോധ്യപ്പെടൂ. അതുകൊണ്ടാണ് ഗുരു നമ്മെ അത് ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മൾ ഗുരുവിനെ പിന്തുടരുന്നതിലൂടെ നമ്മളെന്ത് ചെയ്യണം? നമുക്കെന്താ മാറ്റം ഉണ്ടാവേണ്ടത്? നമ്മളെന്തിന് ഒരു ഗുരുവിനെ പിന്തുടരണം? നമുക്കൊരു ഗുരുവിൻ്റെ ആവശ്യം എന്താ? നമ്മുടെ വ്യക്തിപരമായ വികാസത്തിനാണ്. അപ്പം നമ്മൾ മനുഷ്യരായി ജീവിക്കുന്നു. മനുഷ്യരായി ജീവിതം നയിക്കുന്ന നമുക്ക് നമ്മുടെ ബോധതലത്തിൽ നിന്ന് അപ്പുറത്തൊരു ബോധതലമുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. അപ്പം നമുക്ക് നമ്മുടെ അറിവ് മാത്രമാണുള്ളത്. നമ്മൾ എന്തറിയുന്നു അത് ശരി എന്നാണ് നമ്മുടെ ധാരണ. അപ്പം അതിനപ്പുറത്തൊരു അറിവുണ്ട് എന്ന് നമുക്ക് ബോധ്യമായിട്ടില്ല. അപ്പോൾ ഈ ഒരു അറിവ് മാത്രമാണ് ശരി എന്ന് കരുതുന്നത് തീർത്തും മൗഢ്യമാണ്. അപ്പം എനിക്കെന്തറിയാമോ അതുമാത്രമാണ് ശരിയെന്ന് ഞാൻ കരുതുന്നുണ്ടെങ്കിൽ അതെൻ്റെ മൗഢ്യമാണ്. എന്നതുപോലെ ഓരോ മനുഷ്യരും. അപ്പം നമ്മുടെ അറിവിൻ്റെ തലത്തിൽ നിന്ന് വേറിട്ട അനുഭവ തലം മനുഷ്യജന്മത്തിൽ സാധ്യമാണ്, അങ്ങനെയുണ്ട്. അപ്പോൾ ഓരോ മനുഷ്യരും ഓരോ നിലയിലാണ്, ഓരോ തലത്തിലാണ്. അപ്പോൾ ആ തലത്തിൽ നിന്നുകൊണ്ടാണ് അവർ ജീവിതത്തെ കാണുന്നത്. അപ്പോൾ ആ നിലയിൽ നിന്നുകൊണ്ടാണ് അവർ ജീവിതത്തെ സമീപിക്കുന്നത്. ആ നിലയിൽ നിന്നുകൊണ്ടാണ് അവർ ജീവിതത്തിൽ സുഖദുഃഖങ്ങളെ വിലയിരുത്തുന്നത്. അനുഭവങ്ങളെ അവർ അനുഭവിക്കുന്നതും ഒപ്പം അനുഭവങ്ങളെ വിലയിരുത്തുന്നതും. അപ്പോൾ നമുക്ക് നമ്മുടെ ബോധതലത്തിന് നമ്മൾ ഉൾക്കൊള്ളുന്ന നിലവിലെ ഈ ബോധതലത്തിൽ നിന്നും വികസിക്കുവാനുള്ള സാധ്യതയുണ്ട്. ആ ബോധതലത്തിന് അനന്തമായ സാധ്യതയിലേക്ക് വികസിക്കുവാൻ സാധിക്കും എന്ന ഒരറിവോടുകൂടി നമ്മൾ ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വികസന സാധ്യത നമ്മൾ പരിപോഷിപ്പിക്കും. ഇല്ലെങ്കിലോ നമ്മൾ ഇപ്പോഴേത് നിലയിലാണോ ആ നിലയിൽ തന്നെ തുടരുവാനേ നമുക്ക് കഴിയൂ. അപ്പോൾ ഒരു ഗുരുവിൻ്റെ ആവശ്യമെന്ന് പറയുന്നത് മനുഷ്യൻ്റെ വളർച്ചയ്ക്കാണ്, മനുഷ്യൻ്റെ വികാസത്തിനാണ്. അപ്പോൾ മനുഷ്യനിങ്ങനെ ഈ വീണ്ടും വീണ്ടും വികസിച്ച് അനന്തമായ വികസനത്തിനുള്ള സാധ്യത മനുഷ്യനുണ്ട്. ആ സാധ്യത ഒരു ഗുരുവിലൂടെ മാത്രമാണ് മനുഷ്യന് പ്രാപ്യമാകുന്നത്. ഒരു ഗുരുവിൻ്റെ ആവശ്യം അതാണ്. മനുഷ്യൻ്റെ ഈ വ്യക്തിവികാസം ഉണ്ടാകുന്നതിന്, വ്യക്തിവികാസം സംഭവിച്ച് ഈ അനന്തതയിലേക്ക് അവന് എത്തപ്പെടുന്നതിനുള്ള അവസരമൊരുക്കുന്നത് ഒരു ഗുരുവാണ് അവന് വഴികാട്ടി കൊടുക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനൊരു വഴിയുണ്ടെന്നും അങ്ങനൊരു അവസ്ഥയുണ്ടെന്നും മനുഷ്യർക്ക് തിരിച്ചറിയത്തില്ല. അപ്പോൾ മനുഷ്യൻ ഏത് അവസ്ഥയിലാണോ ആ അവസ്ഥയിൽ തന്നെ അവൻ കഴിഞ്ഞുകൂടും. അതിൽ നിന്ന് അവൻ്റെ ആ ബോധതലത്തിനപ്പുറത്ത് ഒരു ബോധതലമുണ്ട് എന്നവനെ ബോധ്യപ്പെടുത്തുന്നത് ഗുരുവാണ്. കാരണം ഗുരു ആ അവസ്ഥയെ പ്രാപിച്ചിട്ടുള്ളയാളാണ്. അപ്പം മനുഷ്യനെന്ന് നമ്മൾ പൊതുവെ പറയുമ്പോഴും നമ്മൾ ഓരോരുത്തരും ഓരോ ബോധതലത്തിലാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവണം. നമ്മളെല്ലാവരും മനുഷ്യർ തന്നെ, യാതൊരു സംശയമില്ല ആ കാര്യത്തിൽ. പക്ഷെ നമ്മൾ മനുഷ്യരായിരിക്കെ തന്നെ നമ്മുടെ ബോധതലത്തിന് വ്യത്യാസമുണ്ട്. നമ്മളിപ്പോൾ ഇത്രയും പേരിയ്ക്കുന്നു, ഇത്രയും പേരും ഓരോ ബോധതലത്തിലാണ്. ആ ബോധത്തിന് വീണ്ടും വികാസം ഉണ്ടാവണം. ആ വികസ്വരത, മനുഷ്യൻ്റെ ബോധതലത്തിൻ്റെ വികസ്വരത, അതെവിടം വരെ എത്താം? അനന്തതയിലേക്ക് എത്താം. ഇവിടെയാണ് മനുഷ്യൻ്റെ ഈ അനന്തമായ വികാസ സാധ്യതയാണ് മനുഷ്യൻ തിരിച്ചറിയേണ്ടത്. അങ്ങനെ അറിയുമ്പോൾ മനുഷ്യന് ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് കുറച്ചുകൂടി വ്യക്തമാകും. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഈ സമൂഹത്തിൽ ഏതാണ്ട് പരമാവധി പേരും ദൈവവിശ്വാസികളായിരിക്കുമ്പോൾ തന്നെ അവർക്ക് ദൈവത്തെക്കുറിച്ചുള്ള ധാരണ വളരെ വികലമാണ്. അപ്പോൾ ദൈവത്തെക്കുറിച്ച് ധാരണ വികലമാകാൻ കാരണം എന്താ? അവർ അതിനപ്പുറത്തേക്ക് ചിന്തിക്കുന്നില്ല. അപ്പം ദൈവത്തെ തന്നിൽ നിന്ന് അന്യമായി, ഈ മുൻപ് നമ്മൾ സംസാരിച്ചിട്ടുള്ളതുപോലെ മതം പഠിപ്പിക്കുന്ന ദൈവത്തെ
അറിയുന്നു, മതം പഠിപ്പിക്കുന്ന ദൈവത്തെ വിശ്വസിക്കുന്നു, ആ വിശ്വാസ സംരക്ഷണത്തിന് ആവശ്യമായി മതം നിർദ്ദേശിക്കുന്നതായ ആചാരങ്ങളെ പാലിക്കുന്നു. ഇതാണൊരു ശരാശരി മനുഷ്യൻ ചെയ്യുന്നത്. അതിനപ്പുറത്തേക്ക് ദൈവമെന്ന് പറയുന്നത് എന്താണെന്ന് അവൻ അന്വേഷിക്കുന്നില്ല, കണ്ടെത്താൻ ശ്രമിക്കുന്നില്ല. പക്ഷേ മതത്തിൻ്റെ സീമകൾക്കപ്പുറത്ത് പോയിട്ടുള്ളവരാണ് ഈ ലോകഗുരുക്കന്മാരെല്ലാം തന്നെ. പ്രത്യേകം തിരിച്ചറിയേണ്ടുന്നൊരു വസ്തുതയാണ്. മതത്തിൻ്റെ ചട്ടക്കൂട്ടിൽ നിന്ന് ഒരു മനുഷ്യൻ ജീവിക്കുമ്പോൾ ആ ഈ ആചാര പരിപാലനത്തിനപ്പുറത്തേക്ക് ആ മനുഷ്യന് കടന്നു പോകാൻ സാധിക്കുകയില്ല. ഇനി നിങ്ങൾ വിശ്വഗുരുക്കന്മാരുടെ എല്ലാം ചരിത്രം എടുത്തു നോക്കൂ. ഇവരാരും ആ മതത്തിൻ്റെ ചട്ടക്കൂട്ടിൽ ഒതുങ്ങിയവരല്ല. ഇപ്പോൾ യേശുക്രിസ്തു ക്രിസ്ത്യാനിയായിരുന്നോ? അല്ല, യേശുവിന് ശേഷം ഉണ്ടായ മതമാണ് ക്രിസ്തു മതം. അപ്പോൾ യേശുക്രിസ്തു എന്ത് ചെയ്തു? സ്വയം അന്വേഷിച്ച് ആത്മാന്വേഷണം നടത്തി ആത്മസാക്ഷാത്കാരം നേടി എന്ത് ചെയ്യുന്നു? താൻ അറിഞ്ഞതായ സത്യത്തെ ലോകത്തോട് വിളിച്ചു പറഞ്ഞു. അപ്പോൾ ആ സത്യത്തെ പിൻപറ്റി ഒരു സമൂഹം എന്ത് ചെയ്തു? പിന്നാലേക്ക് പോയി. അവർ ചേർന്ന് പിൽക്കാലത്ത് ഉണ്ടായതാണ് ക്രിസ്തുമതം. യേശുക്രിസ്തുവും ക്രിസ്തുമതവുമായി യാതൊരു ബന്ധവും ഇല്ല. അതേപോലെയാണ് ബുദ്ധൻ്റെ സ്ഥിതിയും. അപ്പം ബുദ്ധൻ ബുദ്ധമതത്തിലൂടെയല്ല നിർവ്വാണം പ്രാപിച്ചത്, യേശു ക്രിസ്തുമതത്തിലൂടെയല്ല സ്വർഗാരോഹണം പ്രാപിച്ചത്. അപ്പം ചുരുക്കത്തിൽ ഒരു മതത്തിൻ്റെ ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യനും ആ ചട്ടക്കൂട്ടിൽ നിന്നുള്ള ആചാരപരിപാലനത്തിനപ്പുറത്തേക്ക് കടന്നു പോകാൻ സാധിക്കത്തില്ല. പിന്നെ ഒരു പക്ഷേ ഈ ആചാരപരിപാലനത്തിൽ നിന്ന് മതത്തിനപ്പുറത്തേക്ക് അയാളുടെ ചിന്ത വളർന്ന് മതത്തിനപ്പുറത്തേക്ക് കടന്നു പോകുമ്പോൾ ഈ ആചാരങ്ങൾക്കപ്പുറത്തേക്ക് പോയി ആത്മസാക്ഷാത്കാരത്തിൻ്റെ അവസ്ഥയിലേക്ക് എത്തപ്പെടുകയായിരിക്കും ചെയ്യുന്നത്. ഇത് ലോകത്തിലുള്ള ലോകഗുരുക്കന്മാരിലെല്ലാം നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ വ്യക്തിവികാസം എന്നത് സ്വയം സംഭവിക്കുന്ന, തൻ്റെ ആത്മാന്വേഷണത്തിലൂടെ ഒരുവൻ നേടിയെടുക്കുന്ന ഒരനുഭവമാണ്. ആ അനുഭവസ്ഥനാണ് എന്ത് ചെയ്യുന്നത്? മറ്റുള്ള മനുഷ്യരോട് ഇങ്ങനൊരു ബോധതലത്തിൻ്റെ സാധ്യതയുണ്ട് എന്ന് മനുഷ്യനെ ഓർമ്മപ്പെടുത്തുന്നത്. ആ മഹാപുരുഷനെ കണ്ടോ, അവിടെ നമുക്ക് മഹാപുരുഷൻ എന്ന് വിളിക്കുന്നു. കാരണം എന്താ? വെറും പുരുഷനല്ല, അത് വെറും മനുഷ്യനല്ല, ഒരു മഹാപുരുഷനാണ്. ബോധതലത്തിൽ അയാൾ ഉയർന്നവനാണ്. അപ്പോൾ ബോധത്തിനിങ്ങനെ വികാസ പരിണാമങ്ങൾ ഉണ്ടാകും എന്ന് മനുഷ്യൻ കൃത്യമായും തിരിച്ചറിയണം. നമ്മൾ ഇരിക്കുന്നത് ഈ ഇരിപ്പിൽ എന്നും ഇരിക്കും എന്ന് നമ്മൾ കരുതരുത്. നമ്മളിങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കുകയാണ്, വികസിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അതിനെ ത്വരിതപ്പെടുത്തുകയാണ് വാസ്തവത്തിൽ നമ്മുടെ ഇത്തരം പഠനങ്ങളെല്ലാം തന്നെ. ഇത്തരം പഠനങ്ങൾ നമ്മുടെ വികാസത്തെയാണ് ത്വരിതപ്പെടുത്തുന്നത്. ഈ വികാസം ഒരുപക്ഷെ എന്താണ്? തുടർന്ന് നമ്മളിൽ ഗുരു പഠിപ്പിക്കുന്ന ഈ ബോധത്തിൻ്റെ അവസ്ഥയിലേക്ക് നമ്മളെ എത്തപ്പെടുത്തിയേക്കാം. അത് അചിരേണ സംഭവിക്കേണ്ടുന്ന കാര്യമാണ്. പക്ഷെ നമ്മൾ പഠിതാക്കൾ എന്ന നിലയിൽ നമുക്ക് ഇങ്ങനെ ബോധത്തിൻ്റെ വികാസം സംഭവിക്കുന്നു, ബോധത്തിൻ്റെ വികാസത്തിൻ്റെ സാധ്യതയുണ്ട് എന്ന് തിരിച്ചറിയണം. ഉണരരുത് എന്ന് പറഞ്ഞാൽ ആ അഖണ്ഡമായ ബോധത്തിൽ നിന്ന്, ഇപ്പം നമുക്കെല്ലാമുള്ള വളരെ പരിമിതമായ ബോധമാണ്. ഈ പരിമിതമായ ബോധം വികസിച്ച് ഒരു അഖണ്ഡമായ ബോധത്തിലേക്ക് പ്രാപിക്കുന്നു. എന്നുവെച്ചാൽ ഖണ്ഡിക്കാൻ പറ്റാത്ത, വിഭജിക്കാൻ പറ്റാത്ത തക്കവണ്ണമുള്ള വിശ്വവ്യാപകമായൊരു ബോധം, സുപ്രീം കോൺഷ്യസ്നെസ്. കണ്ടോ, ഒരു അഖണ്ഡമായ ബോധം. അപ്പോൾ ആ അഖണ്ഡമായ ബോധത്തിൽ നിന്ന് എന്ത് ചെയ്യരുത്? ഉണരരുത്, അതിൽ തന്നെ തുടരണം, ആ ബോധത്തിൽ തന്നെ കഴിയണം. ഇനിയോ അതല്ലെങ്കിൽ ഈ ഒരു ബോധത്തോടുകൂടിയാണ് ഉണർന്നിരിക്കുന്നതെങ്കിൽ ഈ ബോധത്തെ കൈവിട്ട് ഇനി ഉറങ്ങരുത്. അറിവ്, ബോധം. അപ്പം ഈ ബോധതലത്തെ എപ്പോഴും എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. അഖണ്ഡമായ ഈ ബോധാവസ്ഥയിൽ നിന്ന് ഉണരുകയോ അതിൽ നിന്ന് ഉറങ്ങുകയോ ചെയ്യരുത്. എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ഈ ബോധത്തെ അതേപോലെ തുടരുക, അല്ലെങ്കിൽ ആ ബോധത്തെ അതേപോലെ നിലനിർത്തുക. അപ്പം അങ്ങനെ ഒരു ബോധതലത്തെ ഉണ്ടെന്ന്, അങ്ങനെ ഒരു ബോധതലം ഉണ്ടെന്ന് മനുഷ്യൻ തിരിച്ചറിയണം. അങ്ങനെ ഒരു ബോധതലം ഉണ്ടെന്നുള്ള പഠിപ്പിക്കലാണ് വാസ്തവത്തിൽ ഈ 7-ാം മന്ത്രത്തിൻ്റെ ആദ്യ ഭാഗത്ത് ഗുരു നടത്തുന്നത്. ഇപ്പം നമ്മുടെ വളരെ പരിമിതമായ, വളരെ ചെറിയ ബോധങ്ങളെ പേറിയാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ ബോധമെന്ന് പറയുന്നത് വളരെ കേവലമായിട്ടുള്ളതാണ്, അത് വളരെ ഭാഗികമായിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഭാഗികമായിട്ടുള്ള ബോധത്തെ എന്ത് ചെയ്യണം? വികസിച്ച് അതൊരു അഖണ്ഡമായ സർവ്വതിനെയും ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള ഒരു ബോധതലത്തിലേക്ക് ഉയർത്തണം. അങ്ങനെയൊരു അവസ്ഥയുണ്ട് എന്ന് മനുഷ്യൻ തിരിച്ചറിയണം. അതറിയില്ല മനുഷ്യർക്ക്. ഇപ്പോൾ ഗുരുവിൻ്റെ കൃതികൾ പഠിക്കുന്നു എന്ന് പറഞ്ഞാൽ ഗുരുവിനെ പഠിക്കുന്നതിന് തുല്യം തന്നെയാണ്. അപ്പോൾ ഗുരുവിനെ തന്നെ
ഒരുപാട് തലത്തിലുള്ളവർ കണ്ടിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന പലരും ഗുരുവിനെ കണ്ടിട്ടുണ്ട്. പക്ഷേ രവീന്ദ്രനാഥ ടാഗോർ ഗുരുവിനെ കണ്ടിട്ട് പറഞ്ഞ വാക്കുകൾ വളരെ ഡെപ്തുള്ളതാണ്. എന്താ കാര്യം? ടാഗോറിന് ഡെപ്തുണ്ട്. ടാഗോറിൻ്റെ ബോധം കേവല ബോധമല്ല. ടാഗോർ മഹാകവിയാണ്, വിശ്വമഹാകവിയാണ്. പക്ഷേ നാ അനിർഷി കവി, ഋഷിയല്ലാത്തൊരാൾ കവിയല്ലെന്നാണ്. അപ്പോൾ ഒരു ഋഷി അല്ലെങ്കിൽ ഒരു കവി ആരായിരിക്കും? ഋഷിയായിരിക്കും, താപസനായിരിക്കും. അപ്പം ഒരു നല്ല കവിക്ക് എന്തുണ്ട്? ആ ബോധതലം വികസിച്ചിട്ടുള്ളതാണ്. ഋഷിക്ക് സമാനമായിട്ടുള്ള ഒരു ബോധത്തെ പേറുന്ന ആളാണ് കവിയാകുന്നത്. ഇപ്പോൾ ശിവഗിരിയിൽ ഗുരുവിനെ കാണുന്നതിന് ടാഗോർ എഴുന്നള്ളിയപ്പോൾ ഏറ്റവും സന്തോഷിച്ചത് മഹാകവി കുമാരനാശാനാണ്. കാരണം ആശാൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഒരു സഫലമായ അതുപോലെയാണ് ആശാൻ അതിനെ കണ്ടത്. ഗുരുവിനെക്കുറിച്ച് പലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേറ്റവും ഗൗരവമുള്ള, ഏറ്റവും ആഴമുള്ള വാക്കുകൾ നമുക്ക് കാണാൻ കഴിയുന്നത് രവീന്ദ്രനാഥ ടാഗോറിൻ്റെയാണ്. സാധാരണ ഒരു മനുഷ്യൻ്റെ ബോധതലത്തിൽ നിന്നുകൊണ്ടല്ല ടാഗോർ ഗുരുവിനെ കാണുന്നത്. അതുകൊണ്ടെന്താ? ടാഗോർ പറഞ്ഞ വാക്കുകൾ എത്ര അർത്ഥഗർഭമാണ്. ഞാൻ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ചുറ്റി സഞ്ചരിച്ചു വരികയാണ്. ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മഹാത്മാക്കളെ കാണുവാനുള്ള ഭാഗ്യം എനിക്ക് സിദ്ധിച്ചിട്ടുണ്ട്. എന്നാൽ മലയാളത്തിലെ ശ്രീനാരായണ ഗുരുവിന് തുല്യമായ അതിനോടടുത്തു നിൽക്കുന്ന ഒരു വ്യക്തിപ്രഭാവത്തെ കാണുവാൻ എനിക്ക് സാധിച്ചിട്ടില്ല. ടാഗോറിൻ്റെ വരികൾ എ പേഴ്സൺ പാർ വിത്ത് ദ സ്പിരിച്വൽ അറ്റൈൻമെൻറ്റ് ഓഫ് നാരായണ ഗുരു ഓഫ് മലയാളം എന്നൊക്കെയാണ് പറഞ്ഞു പോകുന്നത്. നേ എ പേഴ്സൺ പാർ വിത്ത്, ആ യൂസേജിൻ്റെ മനോഹാരിത നോക്കണം. എന്നുവെച്ചാൽ ആ പ്രഭയുടെ അടുത്തെത്താവുന്ന, ഗുരുവിൻ്റെ ആ വ്യക്തിപ്രഭാവത്തിന് അടുത്തെത്താവുന്ന ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല എന്നാണ് ടാഗോർ പറയുന്നത്. അപ്പോൾ ആ വിലയിരുത്തൽ എത്ര വസ്തുനിഷ്ഠമാണ്, ഗൗരവമുള്ളതാണ്. രവീന്ദ്രനാഥ ടാഗോർ സ്വാമി വിവേകാനന്ദനെ എത്രയെങ്കിലും തവണ കണ്ടിട്ടുണ്ട്. മാത്രമല്ല സ്വാമി വിവേകാനന്ദൻ്റെ ഗുരുവായ പരമഹംസദേവനെ പലതവണ കണ്ടിട്ടുണ്ട്. എന്നിട്ടാണ് മലയാളത്തിലെ ശ്രീനാരായണ ഗുരുവിന് തുല്യമായ അതിനോടടുത്തു നിൽക്കുന്ന ഒരു വ്യക്തിപ്രഭാവത്തെ കണ്ടിട്ടില്ല എന്ന് പറയുന്നതെന്ന് ഓർമ്മിക്കണം. ടാഗോറിൻ്റെ കാഴ്ച ഗുരുവിൻ്റെ അഗാധതയിലേക്ക് കടന്നുപോയി. ഇപ്പം നമുക്ക് ഗുരുവിൻ്റെ പ്രവൃത്തികളെ നമ്മൾ ഏറ്റവും പുറമേ നിന്നുകൊണ്ട് സാമൂഹ്യ പരിഷ്കർത്താവ് എന്ന് പറയുമ്പം ഗുരുവിൻ്റെ പ്രവൃത്തികളിലെ ഏറ്റവും ഇപ്പുറത്ത് നിന്ന് കാണാവുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ടാഗോർ കണ്ടതോ ഏറ്റവും അങ്ങ് അപ്പുറത്തെ കാഴ്ചയാണ് കാണുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ കാഴ്ചയ്ക്ക് ആഴം കൂടുതലാണ്, നമ്മുടെ കാഴ്ചയ്ക്ക് ആഴം കുറവാണ്. നമുക്ക് പുറമേ ഉള്ളത് മാത്രമേ കാണാൻ കഴിയൂ, അകമേ കാണാൻ നമുക്ക് കഴിയുന്നില്ല. അതാണ് എൻ്റെ കാഴ്ചയുടെ വ്യത്യാസം. ഇനി ടാഗോറിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൻഡ്രൂസോ, CF ആൻഡ്രൂസ് വളരെ പച്ചയായി പറഞ്ഞു. എന്താ പറഞ്ഞത്? ഞാൻ ദൈവത്തെ മനുഷ്യരൂപത്തിൽ കണ്ടു. അത് മലയാളത്തിൽ വിരാജിച്ചരുളുന്ന നാരായണ ഗുരുവല്ലാതെ വേറെ ആരുമല്ല. അപ്പം ഞാൻ ദൈവത്തെ മനുഷ്യരൂപത്തിൽ കണ്ടു എന്ന്, ഗുരുവിനെ ദൈവം എന്നുള്ള വാക്ക് ആദ്യം ഉപയോഗിച്ചത് ഒരുപക്ഷെ CF ആൻഡ്രൂസ് ആയിരിക്കും, നൂറ്റാണ്ടിന് മുമ്പാണ് എന്ന് ഓർമ്മിക്കണം. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, മനുഷ്യൻ്റെ ഈ വികാസത്തെ തിരിച്ചറിയുന്നവരുണ്ട്. ആ വികാസ പരിണാമം തിരിച്ചറിയണമെങ്കിൽ വിലയിരുത്തുന്നവർക്കും എന്ത് വേണം? ഈ വികാസം ഉണ്ടാവണം. നമുക്ക് നമ്മുടെ ഏറ്റവും പരിമിതമായ ബോധതലത്തിൽ നിന്നുകൊണ്ട് നമ്മൾ കാര്യങ്ങളെ കാണുന്നത് കൊണ്ടാണ് നമ്മുടെ കാഴ്ചയ്ക്ക് പരിമിതി ഉണ്ടാവുന്നത്. ഇപ്പോൾ ഗുരു ഇവിടെ പഠിപ്പിക്കുന്നത്, ഇപ്പം മനുഷ്യർ എന്ന് പറയുന്ന ഈ ജീവിക്ക് അനന്തമായ സാധ്യതയുണ്ട്. ഈ സന്ദർഭത്തിൽ മതം പഠിപ്പിച്ച ദൈവത്തെ നമുക്ക് പുറത്തായി കണ്ട് ആ ദൈവത്തെ വിശ്വസിച്ച് ആചാരങ്ങൾ പാലിച്ചു പോകുന്ന ഒരു മതവിശ്വാസിയുടെ തലത്തിൽ നിന്ന് മാറി ചിന്തിക്കുമ്പോഴാണ് ഗുരുവിൻ്റെ വഴിയിലേക്ക് നമുക്ക് എത്തപ്പെടാൻ കഴിയുന്നത്. ആ വഴി വ്യക്തിവികാസത്തിൻ്റെ വഴിയാണ്. അത് ദൈവത്തിലേക്ക് നയിക്കുന്ന വഴിയാണ്, ഒരുപക്ഷെ ദൈവമാക്കുന്ന വഴിയാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ തരത്തിൽ നമ്മൾ വിഷയത്തെ കാണുമ്പോഴാണ് തന്നിൽ നിന്ന് അന്യമായിരിക്കുന്നൊരു നല്ല ദൈവം എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത്. തന്നിൽ നിന്ന് അന്യമല്ലെങ്കിൽ പിന്നെ ആരാണ്? അത് താൻ തന്നെ. ഈ തത്വമസി, അയമാത്മം ബ്രഹ്മ, പ്രജ്ഞാനം ബ്രഹ്മ എന്നൊക്കെയുള്ള മഹാവാക്യങ്ങളെല്ലാം ഉണ്ടാകുന്നത് എന്താ? ഈ ആത്മാന്വേഷണത്തിൽ നിന്ന് ബോധ്യപ്പെട്ടതായ വസ്തുതയാണ്. അപ്പോൾ സ്വന്തമായി ഉള്ളിലേക്ക് തിരിഞ്ഞ് അന്വേഷിക്കുമ്പോഴാണ്, ഈ തന്നെ അറിയുമ്പോഴാണ് താൻ തന്നെയാണ് ഈ സകല പ്രപഞ്ചത്തിലും നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യമെന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നത്. ആ ബോധവികാസം നമുക്ക് മനുഷ്യന് ഉണ്ടാക്കാം.
അങ്ങനെ വികസിച്ച, ഏറ്റവും വികസിച്ച ബോധത്തോടു കൂടിയ മനുഷ്യനാണ് ദൈവമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ ദൈവത്തെക്കുറിച്ചുള്ള യാതൊരുവിധ കൺഫ്യൂഷൻ്റെയും ആവശ്യമില്ല. ദൈവത്തിൻ്റെ പേരിൽ ഒരു മനുഷ്യരെയും പറ്റിക്കുവാൻ ആർക്കും സാധിക്കത്തില്ല. പക്ഷേ ദൈവത്തെക്കുറിച്ച് ധാരണയില്ലാത്ത മനുഷ്യരെ ദൈവത്തിൻ്റെ പേരിൽ പറ്റിക്കുവാൻ അനായാസം സാധിക്കും. അതാണ് ഇന്ന് ലോകത്തെവിടെയും കാണുന്നത്. നമുക്ക് ആത്മോപദേശത്തിൻ്റെ 7-ാം മന്ത്രത്തിൻ്റെ 1-ാം ഭാഗം നമുക്കിങ്ങനെ പരിസമാപിക്കാം. ഇതിൻ്റെ 2-ാം ഭാഗം നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. എല്ലാവർക്കും നമസ്കാരം.